അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മുട്ടിനകത്തുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള വീടാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിന് ചോദിക്കുന്നത് 75 ലക്ഷം രൂപയാണ്. പക്ഷേ വർത്തിട്ടാണ്. നല്ല ശാന്തമുള്ള സ്ഥലമാണ്. ഫ്രണ്ടിലെ ടൈൽ വർക്ക് കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് വരുന്നുണ്ട്. ഒരു നല്ല ഗാർഡൻ ഉണ്ട്. പിന്നെ നല്ല 2 സൂപ്പർ ബാൽക്കണി ഉണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വാട്ടർ ഫ്രണ്ടേജാണ്. സിറ്റ് ഔട്ട് തന്നെ നല്ല വിശാലമായ സിറ്റ് ഔട്ടാണ്. ഒരു 3-4 കാറ് കയറ്റിടാൻ വേണ്ടി പാർക്കിംഗ് ഉണ്ട്. ഓപ്പൺ കിച്ചനാണ്. ഡൈനിങ്ങിലോട്ട് നല്ല രീതിയിൽ രീതിയിലാണ് കൊടുത്തിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നല്ല ഭംഗിയുണ്ട്. ഫോൾ സീലിംഗ് വർക്കൊക്കെ നല്ല രസമാണ്. ഒരു വുഡ് ഇൻറ്റീരിയറൊക്കെ ഉണ്ട്. കിച്ചനും നല്ല നീറ്റായിട്ട് തന്നെ വർക്ക് ചെയ്യാറുണ്ട് കേട്ടോ. കിച്ചണിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് വലിയ സ്ഥലമില്ലാത്തൊരു ഫീല് തോന്നും. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് സ്ഥലങ്ങളുണ്ട്. ഈ ഹാൻഡ് വാഷിൻ്റെ ഏരിയയിൽ ഇത് ഹാൻഡ് വാഷ് ഏരിയയാണ്. ഈ ഹാൻഡ് വാഷ് ഏരിയ നമ്മൾ നേരെ പുറത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചൺ ഗാർഡൻ അടക്കം ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ല, ഡൈനിങ് ഏരിയ നല്ല പ്രൈവറ്റാണ്, വിശാലമാണ്. 10-15 പേർക്ക് വരെ ഇരിക്കാം. ഹാളാണെങ്കിലും നീറ്റായിട്ട് കയറുന്നുണ്ട്. TV യൂണിറ്റ് മെറ്റൽ കൊണ്ടുള്ളൊരു വർക്കുണ്ട് അവിടെ. മാസ്റ്റർ ബെഡ്റൂമിലോട്ട് കയറുകയാണെങ്കിൽ നല്ല വലിയ മാസ്റ്റർ ബെഡ്റൂം. അലമാരയാണെങ്കിലും വലിയ അലമാര കൊടുത്ത്. പിന്നെ വില കൂട്ടി പറഞ്ഞിട്ട് കമ്മീഷനില്ല എന്ന് പറയുന്ന പരിപാടിയൊന്നും നമുക്കില്ല. ഇന്ന് 14 മാർച്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്യണ വന്ന ദിവസത്തെ റേറ്റാണ് പറഞ്ഞത്. ഒരു വീഡിയോനകത്തും വില കൂട്ടി പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ നിങ്ങൾ വന്ന സമയത്ത് ചിലപ്പോൾ വില കൂടുക, ചിലപ്പോൾ വില കുറയുക. അപ്പോൾ അതും നിങ്ങളൊന്ന് കൺഫേം ചെയ്തിട്ട് വേണം വീടൊക്കെ മേടിക്കാൻ. സ്റ്റെയറിൽ നല്ല ഭംഗിയുണ്ട്. സ്റ്റെയറിൽ നിന്ന് നമ്മൾ കയറി നേരെ ലെഫ്റ്റ് വരികയാണെങ്കിൽ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റെയറിൻ്റെ വർക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു തോന്നുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഇവിടെ പ്രൊവിഷൻസൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലൊരു കോമൺ ബാത്തുണ്ട്. റൂമിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ റൂം സ്റ്റെയർ കയറി തന്നെ. വാട്ടർ ഫ്രണ്ടേജ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു വ്യൂവോട് കൂടിയ ബെഡ്റൂമാണ്. ഇതിൻ്റെ ബാൽക്കണിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് അതിലൊരുപാട് ഇതിൻ്റെ പുറത്തെ വ്യൂ ഉണ്ട്. നല്ല ഭംഗിയുള്ള അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. എപ്പോഴും കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല ഒതുങ്ങിയ ഒരു ബെഡ്റൂമാണ്. നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. നേരത്തെ പോലെ തന്നെ നല്ല ഭംഗിക്കുള്ള വ്യൂ ഉണ്ട് ഇവിടെ. അതിന്
നല്ലൊരു ബാൽക്കണി ഉണ്ട്. ഫാമിലി ആയിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബാൽക്കണി കേട്ടോ. വല്ല ബുക്കൊക്കെ വായിക്കേ, ഈ വല്ല വർക്കൊക്കെ ചെയ്യേ, അതിനൊക്കെ പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്ലസ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇട്ടൊരു ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ടൈം നല്ല വാട്ടർ ഫ്രണ്ടേജ് കൂടിയ നല്ല കാറ്റൊക്കെ കിട്ടുന്ന സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ബെഡ്റൂം. നല്ല വലിയ ബെഡ്റൂമാണ്. അലമാരയുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇതിന് ചോദിക്കണ വില 75 ലക്ഷം രൂപയാണ്. നല്ല ഏരിയയാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് കളമശ്ശേരി, അതുപോലെ ആലുവ, എടപ്പള്ളി, ഈ സ്ഥലങ്ങളോട്ട് എല്ലായിടത്തോട്ടും ഒരു 12 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ വരുള്ളൂ. കളമശ്ശേരിയൊക്കെ തൊട്ടടുത്താണ്. ഇനി നമുക്ക് പുറത്തൊന്ന് കാണാം. നല്ല പറമ്പ് 5 സെൻറ്റ് കൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് ഇറങ്ങി നടക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് കളമശ്ശേരിക്ക് ഇവിടെ നിന്നൊരു 10 കിലോമീറ്ററേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഏരിയ. കാക്കനാടിലോട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയ സ്ഥലമാണ്. വരാപ്പുഴ പാലം കയറി നേരെ എത്താം. നല്ല ഗാർഡൻ ഏരിയ ഉണ്ട്. പണിയെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ നമ്പർ കൊടുക്കാം. അതിൽ വിളിച്ചാൽ മതി. കുടിവെള്ളം നല്ലത് കിട്ടുന്നുണ്ടെങ്കിലും നല്ല വാട്ടർ കണക്ഷൻ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കിണർ കുത്തിക്കഴിഞ്ഞാൽ കുടിവെള്ളം കിട്ടുകയും ചെയ്യും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്തായാലും വിളിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ പറയാനുള്ളത്, വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വില എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചന്വേഷിച്ചതിന് ശേഷം മാത്രം കമ്മിറ്റ് ചെയ്യുക. ഞാൻ ചില ആൾക്കാരനെ കണ്ടിട്ടുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഓണർ ഒരു റേറ്റ് പറയും ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ. ആ റേറ്റിനോട് അവർ 1 ലക്ഷമോ 2 ലക്ഷമോ കൂട്ടും. എന്നിട്ട് കമ്മീഷൻ ഇല്ല, എന്തെങ്കിലും തന്നാൽ മതി എന്നൊക്കെ പറയും. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നിങ്ങൾ 2 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഡീലിങ്സ് ഒന്നുമില്ല. 2% കമ്മീഷനെ നമ്മൾ മേടിക്കുന്നുള്ളൂ. അതും പിന്നെ റേറ്റ് ആണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ഓണറിൽ ഞങ്ങളോട് പറഞ്ഞ റേറ്റാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞത്. അതായത് 14 മാർച്ച്. നിങ്ങൾ വന്ന ദിവസം ഒന്നും കൂടി ഇത് കൺഫേം ചെയ്തിട്ട് മാത്രം കമ്മിറ്റ് ചെയ്താൽ മതി. അടുത്തൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ട് കാണുന്നവരെ